ആഗോളതലത്തിൽ ഓരോ വർഷവും ഏകദേശം 80 ബില്യൺ US$ വിപണി മൂല്യമുള്ള വജ്രങ്ങൾ ശതകോടിക്കണക്കിന് ഡോളറിനാണ് വിൽക്കപ്പെടുന്നത്. ഈ അമൂല്യകല്ലുകൾ ലോകമെമ്പാടുമുള്ള ആഡംബരത്തിന്റെ ഒരു പര്യായമാണ്. എന്നാൽ ഒരു വജ്രം ഒരു ആഭരണ കടയിൽ എത്തുന്നത് വരെയുള്ള അതിന്റെ അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ തിളക്കത്തിന് പിന്നിൽ ഒളിപ്പിച്ച ഒരു ഇരുണ്ട സത്യമുണ്ട്. ലോകമെമ്പാടുമുള്ള വജ്ര മൈനിങ്ങുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ ഹോമിക്കുന്നു. ഈ വീഡിയോയിൽ ഭൂമിയുടെ അഗാധമായ അടിത്തട്ടിലെ അതിന്റെ രൂപീകരണം മുതൽ അതിന്റെ തിളക്കം വെളിപ്പെടുത്തുന്ന കട്ടിംഗ്, പോളിഷിംഗ് എന്നിവ വരെയുള്ള വജ്രങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ മനോഹരമായ മൈനിങ് നെറാച്ചിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വജ്രത്തിന്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത് ഭൂമിയുടെ ഉള്ളറകളിലാണ്. ദിനോസറുകൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 150 കിലോമീറ്ററിലധികം ആഴത്തിൽ അതീവ സമ്മർദ്ദത്തിലും 900 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തീവ്രമായ താപനിലയിലും ശുദ്ധമായ കാർബൺ ആറ്റത്തിന്റെ പരിവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അലങ്കോലമായി ക്രമീകരിക്കുന്ന കാർബൺ ആറ്റങ്ങൾ തികഞ്ഞതും ഒതുക്കമുള്ളതുമായ ഒരു ക്രിസ്റ്റൽ ഘടനയിലേക്ക് അണിനിരക്കുന്നു. ഈ ക്രമീകരണം, അതായത് നരകതുല്യമായ സാഹചര്യങ്ങളിലെ ഈ തന്മാത്ര നൃത്തമാണ് വജ്രം സൃഷ്ടിക്കുന്നത്. ഈ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നതിനിടയിൽ അവയെ വഹിക്കുന്ന പാറയെ കിംബർലൈറ്റ് എന്ന് വിളിക്കുന്നു. ജലം, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ബാഷ്പീകരണ ശേഷിയുള്ള പദാർത്ഥങ്ങൾ ധാരാളമായി അടങ്ങിയ മാഗ്മയിൽ നിന്ന് കട്ടിയാക്കുന്ന ഒരു അഗ്നിപർവ്വത പാറയാണിത്. എന്നാൽ രൂപപ്പെട്ട വജ്രം ഇപ്പോഴും ആഴങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ഉപരിതലത്തിൽ എത്തണമെങ്കിൽ ഒരു ഭൗമശാസ്ത്രപരമായ പ്രളയം, അതായത് അതിശക്തമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ആവശ്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ലാവ സാവധാനം ഒഴുകുന്ന സ്ഫോടനങ്ങളല്ല ഇത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ സ്ഫോടനങ്ങൾ അക്രമാസക്തവും വേഗമേറിയതുമായിരുന്നു. വജ്രങ്ങൾ വഹിച്ചുകൊണ്ട് കിംബർലൈറ്റ് നിറഞ്ഞ മാഗ്മ ഭൂമിയുടെ പുറംതോട്ടിലെ വിള്ളലുകളിലൂടെ അതിവേഗം ഉയരുന്നു. ഇത് വോൾക്കാനിക് കിംനീസ് അഥവാ കിംബർലൈറ്റ് തമ്പേഴ്സ് എന്നറിയപ്പെടുന്ന കോൺ ആകൃതിയിലുള്ള ഘടനകൾ സൃഷ്ടിച്ചു. ഈ ചിമ്നീസുകളിൽ ആയുള്ള തിരച്ചിൽ ഒരു ഭൗമശാസ്ത്രമായ കുറ്റാന്വേഷണ പ്രവർത്തനങ്ങളോട് സാമ്യമാണ്. കിംബർലൈറ്റ് അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ജിയോ കെമിക്കൽ വിശകലരും ഗാന്ധിക പഠനങ്ങൾ പോലുള്ള വിദഗ്ധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഒരു സാധ്യതയുള്ള ചിമ്നി കണ്ടെത്തി കഴിഞ്ഞാൽ ഉപരിതലത്തിനടിയിൽ നിന്ന് സാമ്പിളുകൾ വേർതിരിച്ചെടുക്കാനായി ഡ്രില്ലിംഗ് ആരംഭിക്കുന്നു. ഖനിയുടെ സാമ്പത്തിക സാധ്യത നിർണ്ണയിക്കുന്നതിൽ ഈ സാമ്പിളുകളുടെ വിശകലനം വളരെ നിർണായകമാണ്. അതായത് ഖനനത്തിന് ആവശ്യമായ വലിയ നിക്ഷേപം ന്യായീകരിക്കുന്നതിന് പാറയിലെ വജ്രങ്ങളുടെ സാന്ദ്രത ആവശ്യത്തിന് ഉയർന്നതാണോ എന്ന് ഇതിലൂടെ തീരുമാനിക്കുന്നു. ഖനനം ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കഠിനാധ്വാനം ആരംഭിക്കുന്നു. കിംബർലൈറ്റ് ഖനനം ചെയ്യുന്നതിന് പ്രധാനമായും 2 രീതികളുണ്ട്: ഓപ്പൺ പിറ്റ് മൈനിങ്, അണ്ടർഗ്രൗണ്ട് മൈനിങ്. ഓപ്പൺ പിറ്റ് മൈനിങ് ഉപരിതലത്തിൽ ഒരു വലിയ കുഴിയെടുക്കുന്നു. മണ്ണും മറ്റു പാറകളുടെ പാളിയും നീക്കം ചെയ്യുന്നതിനായി ഭീമാകാരമായ ട്രക്കുകൾ, എക്സ്കവേറ്ററുകൾ, ട്രക്കുകൾ എന്നിവ നിരന്തരം പ്രവർത്തിക്കുന്നു. ഇത് കിംബർലൈറ്റ് പാറയെ വിളപ്പെടുത്തുന്നു. വജ്രങ്ങൾ അടങ്ങിയ പാറ കുഴി ക്രമേണ ആഴത്തിലാക്കിക്കൊണ്ട് ഒരു സ്പൈറൽ മൈനിങ് പോലെ പാളികളാക്കി വേർതിരിച്ചെടുക്കുന്നു. ഇത്തരം പ്രവർത്തനത്തിന്റെ വ്യാപ്തി ശ്രദ്ധേയമാണ്. ഇവിടെ ഖനികൾ ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ കഴിയുന്ന വലിയ കൃത്രിമ ആംഫിതിയേറ്ററുകളുമായി മാറുന്നു. ഒരു നിശ്ചിത സമയത്ത് ആഴം വളരെ വലുതാകുമ്പോൾ അണ്ടർഗ്രൗണ്ട് മൈനിങ് കൂടുതൽ ഉപയോഗികമാകുന്നു. ഈ രീതിയിൽ കിംബർലൈറ്റ് ചിമ്നിയുടെ ആഴം വളരെ ഉപരിതലത്തിൽ നിന്ന് തുരങ്കങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രധാന തുരങ്കങ്ങളിൽ നിന്ന് കിംബർലൈറ്റ് പാറയിൽ ചെറിയ ഗാലറികൾ തുറക്കുന്നു. പാറ തുളക്കുകയും അത് പൊട്ടിക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പൊട്ടിയ പാറ കൺവെയർ സംവിധാനങ്ങൾ വഴിയോ ട്രക്കുകൾ വഴിയോ ഉപരിതലത്തേക്ക് കൊണ്ടുപോകുന്ന എലിവേറ്ററുകളിലേക്ക് എത്തിക്കുന്നു. 2 രീതികളും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: വജ്രങ്ങൾ അടങ്ങിയ കിംബർലൈറ്റ് പാറയെ ഉപരിതലത്തേക്ക് വേർതിരിച്ചെടുക്കുക. അത് ബെനിഫിഷ്യന്റോ പ്രക്രിയക്കായി ധാതുക്കൾ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓർ എന്നും അറിയപ്പെടുന്ന കിംബർലൈറ്റ് പാറ വജ്രങ്ങളെ മറ്റ് എല്ലാ വസ്തുക്കളിൽ നിന്നും വേർതിരിക്കുന്നതിനായി നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ആദ്യപടി എന്ന് പറയുന്നത് ക്രഷിംഗ് ആണ്. ഖനിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത വലിയ പാറകൾ ഭീമാകാരമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുന്നു. ഇത് കൈകാര്യം ചെയ്യാനും തുടർന്നുള്ള വേർതിരിക്കലിനും എളുപ്പമാക്കുന്നു. തുടർന്ന് പൊടിച്ച ഓർ വെള്ളവുമായി കലർത്തി സാന്ദ്രീകരണ പ്രക്രിയയിലേക്ക് അയക്കുന്നു. കിംബർലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ധാതുക്കളെ അപേക്ഷിച്ച് വജ്രത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. ഈ വ്യത്യാസമാണ് സാന്ദ്രീകരണ യന്ത്രങ്ങളുടെ പ്രവർത്തന തത്വം. ഒരു സാധാരണ രീതിയാണ് ഹെവി മീഡിയം സൈക്ലോൺസിൻ്റെ ഒരു ഉപയോഗം.
ഇവിടെ വെള്ളത്തിൻ്റെയും ഫെറോസിയേഷൻ എന്ന സാന്ദ്രത കൂടിയ ലോഹപ്പെട്ടിയുടെയും ഒരു മിശ്രിതം ഉപയോഗിച്ച് ഒരു സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. ഇത് ഒരു സാന്ദ്രത കൂടിയ ദ്രാവകമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പൊടിഞ്ഞ ഓറ് ഈ സസ്പെൻഷനിലേക്ക് ചേർക്കുമ്പോൾ ഭാരം കുറഞ്ഞ ധാതുക്കൾ പൊങ്ങിക്കിടക്കുകയും അവയെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം വജ്രങ്ങളും മറ്റു ഭാരം കൂടിയ ധാതുക്കളും താഴുകയാണ് ചെയ്യുന്നത്. വജ്രങ്ങൾ നിറഞ്ഞ ഈ താഴ്ന്നു വരുന്ന വസ്തുക്കൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് ഒരു നൂതന സാങ്കേതിക വിദ്യയിലേക്ക് കടത്തുകയും ചെയ്യുന്നു. ആ സാങ്കേതിക വിദ്യയാണ് എക്സ്റേ സെപ്പറേഷൻ. എക്സ്റേ തട്ടുമ്പോൾ വജ്രങ്ങൾ ഫ്ലൂറസെൻസ് പുറത്തുവിടുന്നു. നൂതന യന്ത്രങ്ങൾ സാന്ദ്രീകരിച്ച വസ്തുക്കളിലേക്ക് എക്സ്റേ പൾസുകൾ പ്രയോഗിക്കുന്നു. സെൻസറുകൾ വജ്രങ്ങൾ പുറത്തുവിടുന്ന ഫ്ലൂറസെൻസ് കണ്ടെത്തുന്നു. ഉടൻ തന്നെ ഒരു കംപ്രസ്ഡ് എയർ ജെറ്റ് പ്രവർത്തിക്കുകയും വജ്രത്തെ ഒരു പ്രത്യേക പാത്രത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. എക്സ്റേ സെപ്പറേഷന് ശേഷം ശേഖരിച്ച വസ്തുക്കളിൽ ഇപ്പോഴും ചില ഭാരം കൂടിയ ധാതുക്കളും തീർച്ചയായും വജ്രങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ അന്തിമ മിശ്രിതം കർശനമായ സുരക്ഷാ മുറികളിൽ അവസാനത്തെ കൈകൊണ്ട് വേർതിരിക്കുന്ന ഘട്ടത്തിലേക്ക് വിധേയമാക്കുന്നു. പരിശീലനം ലഭിച്ച തൊഴിലാളികൾ വസ്തുക്കൾ പരിശോധിച്ച് അസംസ്കൃത വജ്രങ്ങൾ കൈകൊണ്ട് വേർതിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മനുഷ്യന്റെ കഴിവ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആകൃതി, നിറം, സുതാര്യത എന്നിവ പോലുള്ള ഓരോ വജ്രത്തിൻ്റെയും തനതായ സവിശേഷതകൾ തിരിച്ചറിയാൻ മനുഷ്യന്റെ കണ്ണിന് കഴിയും. ഇത് മെഷീനുകൾക്ക് പോലും ഇപ്പോഴും അതേ കൃത്യതയോടെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വൃത്തിയാക്കി വേർതിരിച്ച ശേഷം അസംസ്കൃത വജ്രങ്ങളെ തരംതിരിക്കുന്നു. അസംസ്കൃത വജ്രങ്ങളുടെ തരംതിരിക്കൽ ഒരു സങ്കീർണ പ്രക്രിയയാണ്. ഇത് വജ്രത്തിന്റെ വലുപ്പം, ഭാരം, ആകൃതി, നിറം, ക്ലാരിറ്റി എന്നിവ ആശ്രയിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള വജ്രങ്ങളെ കട്ടിംഗ്, ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ, ഡ്രിൽസ്, ഉരച്ചിലുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ ഗ്രേഡ് വജ്രങ്ങളിൽ നിന്ന് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വജ്രങ്ങളിൽ ഭൂരിഭാഗവും വ്യാവസായിക നിലവാരത്തിലുള്ളതാണ്. ആഭരണങ്ങളാക്കി മാറ്റാൻ മിനുക്കപ്പണിക്ക് വിധേയമാക്കേണ്ട വജ്രങ്ങൾ ആൻവർപ്പ്, ടെൽ അവീവ്, മുംബൈ എന്നിവിടങ്ങളിലെ കട്ടിംഗ്, പോളിഷിംഗ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ വിദഗ്ധരായ കരകൗശല വിദഗ്ധർ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്തിമ പരിവർത്തനം ആരംഭിക്കുന്നു. ആദ്യപടി തന്നെ മാർക്കിംഗ് ആണ്. കല്ലിൻ്റെ വലുപ്പം, വ്യക്തത, തിളക്കം എന്നിവ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച കട്ട് നിർണ്ണയിക്കാൻ മിനുക്കുപണിക്കാർ അസംസ്കൃത വജ്രത്തെ ശ്രദ്ധാപൂർവം പഠിക്കുന്നു. മാർക്കിംഗ് നിർണായകമാണ്. കാരണം ഒരു തെറ്റ് വജ്രത്തിൻ്റെ മൂല്യം ഗണ്യമായി കുറക്കാൻ ഇടയാക്കും. തുടർന്ന് വജ്രത്തെ ക്ലേവ്ഡ് ചെയ്യുകയോ സ്വേഡ് ചെയ്യുകയോ ചെയ്യുന്നു. ക്ലീവേജ് എന്നത് വജ്രത്തെ അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ വിഭജിക്കുന്നതാണ്. അസംസ്കൃത വജ്രം മുറിക്കാനുള്ള ഏറ്റവും സാധാരണമായ രീതിയാണ് അൾട്രാ ഫൈൻ ഡയമണ്ട് സാവ്സ് അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് നടത്തുന്ന സ്വാവിംഗ്. ഇത് ആദ്യത്തെ പരന്ന പ്രതലങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനുശേഷം വജ്രം ലാപ്പിഡാഡോ ചെയ്യുന്നു. ഡയമണ്ട് പൊടിയെയും എണ്ണയെയും പൂശിയ ഇരുമ്പ് ഡിസ്ക് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ കരകൗശല വിദഗ്ധർ വജ്രത്തെ രൂപപ്പെടുത്തുകയും അതിന് അതിൻ്റെ സവിശേഷമായ തിളക്കവും നൽകുന്ന ഫീസൽസ് ചേർക്കുകയും ചെയ്യുന്നു. ലാപ്പിഡാഡോ ഒരു സൂക്ഷ്മമായ പ്രക്രിയയാണ്. അവിടെ കരകൗശല വിദഗ്ധർ ചെറിയ അളവിലുള്ള വസ്തുക്കൾ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുകയും ആവശ്യമുള്ള രൂപവും തിളക്കവും ലഭിക്കുന്നതുവരെ വശങ്ങൾ മിനുസപ്പെടുത്തുകയും ചെയ്യുന്നു. മിനുക്കുപണിക്ക് ശേഷം വജ്രം പോളിഷ് ചെയ്യുകയും കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. അവസാനമായി വജ്രം അന്തിമ തരംതിരിക്കലിനായി സ്വതന്ത്ര ജിമോളജിക്കൽ ലബോറട്ടറികളിലേക്ക് അയക്കാൻ തയ്യാറാണ്. ഈ ലബോറട്ടറികളിൽ വിദഗ്ധ പ്രശസ്തമായ 4 C's അടിസ്ഥാനത്തിൽ വജ്രത്തെ വിലയിരുത്തുന്നു. ഫസ്റ്റ് വൺ ക്യാരറ്റ്, വജ്രത്തിൻ്റെ ഭാരം അളക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് കളർ, നിറയില്ലായ്മ വിലയിരുത്തുന്നു. തേർഡ് വൺ ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ഉൾപ്പെടുത്തലുകളുടെയും അപൂർണതകളുടെയും സാന്നിധ്യമോ അഭാവമോ അളക്കുന്നു. ഫോർത്ത് വൺ കട്ടിംഗ് ആണ്. മിനുക്കുപണിയുടെ ഗുണമേന്മ വിലയിരുത്തുന്നു. ഈ തരത്തിലേക്കാണ് കല്ലിൻ്റെ അന്തിമ മൂല്യം നിർണ്ണയിക്കുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കുമ്പോൾ വജ്രം വിപണനം ചെയ്യാൻ തയ്യാറാകുന്നു. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് വജ്രം നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.